ദൈവത്തിനാൽ, ചരിത്രത്തിനാൽ, മാർക്സിനാൽ, മനുഷ്യനാൽ, സ്ത്രീയാൽ, കുഞ്ഞുങ്ങളാൽ വരും മണിക്കൂറുകളിൽ കൈയഴിയപ്പെട്ട് നിലത്ത് ചുരുണ്ടുകൂടി കിടന്നു അവരുടെ സൃഷ്ടി. അബോധാവസ്ഥയിലായിരുന്നു അത്. പക്ഷേ അനക്കമില്ലായിരുന്നു. തലയൊട്ടി മൂന്നിടത്ത് പൊട്ടിയിരുന്നു. മൂക്കും രണ്ട് കവിളെല്ലുകളും തകർന്നിരുന്നു മുഖത്തിനെ ചതഞ്ഞറിഞ്ഞ വിരൂപമായ അവസ്ഥയിലാക്കിക്കൊണ്ട്. വായ്ക്കേറ്റ പ്രഹരം മേൽചുണ്ടിനെ രണ്ടായി പിളർത്തി 6 പല്ലുകൾ തകർത്തു. അവയിൽ 3 കീഴ്ചുണ്ടിൽ പതിഞ്ഞു കിടന്നു, അവൻ്റെ പുഞ്ചിരിയെ ഹീനമാം വിധം തലക്കീഴാക്കിക്കൊണ്ട്. വാരിയെല്ലുകളിൽ 4 പൊട്ടൽ വീണിരുന്നു. ഒരെണ്ണം ഇടത്തെ ശ്വാസകോശത്തിലേക്ക് തുളച്ചു കയറി വായിൽ നിന്നുള്ള രക്തസ്രാവത്തിന് കാരണമായി. അവൻ്റെ ശ്വാസത്തിന്മേൽ ചുവന്ന ചോര, പുതുത്, പതഞ്ഞ്. കുടലിൻ്റെ കീഴ്ഭാഗം പൊട്ടിയിരുന്നു. ചോര വാർന്നിരുന്നു. വയറിനകത്ത് ചോര നിറഞ്ഞു. നട്ടെല്ല് 2 നാശമായി. ആഘാതം കൊണ്ട് വലത് കൈ തളർന്നു. മലമൂത്ര വിസർജനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമായി. ഇരുകാൽമുട്ടുകളും തകർന്നിരുന്നു. എന്നിട്ടും കൈവിലങ്ങുകൾ കൊണ്ടുവന്നിരുന്നു അവർ, തണുത്തവ.